ഹലോ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അത് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ് ഇത്രയും വലിയൊരു ചട്ടി. കാരണം എൻ്റെ കയ്യിൽ ഒരു ചെറുതുണ്ടായിരുന്നു. അത് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഞാനിപ്പം 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പയിലാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലെ സവോള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലെ തക്കാളിക്കായും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടികളാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില വേണം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും വേണം. നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പം സ്റ്റൗ ഒന്ന് ഓൺ ആക്കി നമ്മൾ മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇച്ചിരിയും കൂടെ ടേസ്റ്റ്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, 2 മീഡിയം സൈസിലെ സവോള നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് സവോളയൊന്ന് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാവേ. ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചട്ടി നല്ല ചൂടായിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രം പോലെയല്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം അല്ലെങ്കിൽ അതിന്റെ അടിയിൽ നിന്ന് അതങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് സവോള. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് വഴറ്റാൻ വേണ്ടിയല്ല, അതിന്റെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് മാറുന്ന സമയത്ത്, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 പിടി കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റിന്റെ പച്ചച്ചൊവയൊന്ന് മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾ ഇനി ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്തത്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചോ അരിഞ്ഞാണോ നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ ആ എണ്ണ ചൂടായപ്പോഴത്തേക്കും അതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഏകദേശം 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചൊവ മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 മീഡിയം സൈസിലെ തക്കാളിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ആ തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് സ്റ്റവിന്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കണ്ടേ. എന്നിട്ട് ഇത് നമുക്ക് അങ്ങ് മൂടി വെച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. അപ്പൊ തക്കാളിക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടും കേട്ടോ. മൂടി വെക്കുന്നത് കൊണ്ടും പിന്നെ നമ്മൾ ചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിലപ്പം ചോട്ടിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഒത്തിരി നേരം ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ തക്കാളിക്കൊക്കെ നന്നായിട്ടങ്ങ് ഉടഞ്ഞു വരും കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി. ഇപ്പൊ നന്നായിട്ട് തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പത്തേക്കും ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ആ മസാലയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ സവോളയും തക്കാളിക്കും എല്ലാം കൂടെ നമ്മളൊന്ന് വഴട്ടതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട്, ഇപ്പം ചിക്കന്റെ കളർ ഒരു പിങ്ക് പോലെയല്ലേ, അതിന്റെ കളർ ഒന്ന് മാറി ഒരു വൈറ്റ് കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാവേ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു മൂടി നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് മൂടി വെക്കാവേ.
ഇപ്പം ചിക്കന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തതല്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ നമ്മൾ ആ ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി കേട്ടോ ചിക്കനിൽ. എന്നിട്ട് ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ സവോള വരട്ടിയപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പം നമ്മൾ ഉപ്പിപ്പം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചട്ടിയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ വെള്ളം ചേർക്കണ്ട. നിങ്ങൾക്ക് ഇനി ഗ്രേവി വേണമെങ്കിൽ ലേശം വെള്ളം ആദ്യമേ ഒന്ന് ചിക്കൻ വെന്തതിന് ശേഷം അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയെ. ആദ്യമേ ചേർക്കേണ്ട കാര്യമില്ല. ഞാനിപ്പം ചട്ടിയിലായതുകൊണ്ടാണ് ഫസ്റ്റില് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാവേ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോട്ടിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവേ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആയി കേട്ടോ. അപ്പത്തേക്കും തന്നെ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ മേളിൽ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കന്. ഇനി നമുക്കത് മൂടി വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്നും കൂടെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഗ്രേവി ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒത്തിരി ഗ്രേവിയോടെ അല്ല എടുക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ സാദാ ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെരുംജീരകവും സാദാ ജീരകവും കൂടെ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി ചേർക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോഴത്തേക്ക് അതിനകത്തുള്ള ആ ഫ്ലേവർ എല്ലാം ഒന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആ കസൂരി മേത്തിയും പെരുംജീരകവും ജീരകം എല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു രുചിയാണ്. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒത്തിരി എരിവ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് പെപ്പർ ചേർക്കാം. അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടെ കീറി ഇടാവേ. ഞാൻ ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് ഒത്തിരി എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയേക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. അൽമറായുടെ കുക്കിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും വരും. അതുപോലെ തന്നെ നല്ലൊരു തിക്കായിട്ട് വരും കേട്ടോ. നിങ്ങൾക്കിനി ഗ്രേവി ഇച്ചിരിയും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ലേശം തിളപ്പിച്ച വെള്ളം കേട്ടോ, നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കുന്നത്. കുക്കിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇപ്പം തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി നമ്മൾ അതിന്റെ മേളിലോട്ട് ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. കാരണം ഇനി ചട്ടിയിലായതുകൊണ്ട് തന്നെ ചട്ടി ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്, ആ ചൂട് മതി. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.